തൊഴിൽ മേഖലയും കർഷകരെയും പൂർണ്ണമായും അവഗണിക്കുന്നതാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതെ യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ലഭ്യമാക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപിക്കുന്നു. മിനിമം താങ്ങുവില എന്ന കർഷകരുടെ ആവശ്യത്തിൽ മൗനം പാലിച്ചുവെന്ന് മാത്രമല്ല, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പരാമർശം പോലും നടത്തിയിട്ടില്ല. തൊഴിൽ തേടി അലയുന്ന യുവാക്കൾക്ക് ഇന്റേൺഷിപ്പിനുള്ള സൗകര്യമൊരുക്കുമെന്ന വിചിത്ര പ്രഖ്യാപനമായിരുന്നു മോദി സർക്കാരിന്റെ ഹൈലൈറ്റ്. 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് സൗകര്യമൊരുക്കും. 1 മാസം 5000 രൂപ അലവൻസ് നൽകും. 500 വൻകിട കമ്പനികളിൽ ഇന്റേൺഷിപ്പ് സൗകര്യമൊരുക്കുമ്പോൾ രാജ്യം നേരിടുന്ന തൊഴിലില്ലായ്മയെ മറികടക്കാൻ ബജറ്റിൽ പ്രഖ്യാപനങ്ങളില്ല. അടുത്ത 5 വർഷത്തിനുള്ളിൽ 4.1 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് മാത്രമാണ് വാഗ്ദാനം. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും 10 ലക്ഷത്തോളം തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. മാത്രമല്ല, PM എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീം 2300 കോടിയായി കുറയ്ക്കുകയും ചെയ്തു. സ്വകാര്യ മേഖലയിൽ ജോലി അവസരം ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും അവ എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്ന് വ്യക്തമാക്കുന്നില്ല. തകർന്നടിഞ്ഞ അസംഘടിത മേഖലയെയും കരകയറ്റാനുള്ള സഹായങ്ങളും ബജറ്റിലില്ല. കാർഷിക മേഖലയെയും പൂർണ്ണമായും തഴഞ്ഞു. കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില നൽകണമെന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഇത്തവണയും ബജറ്റ് അവഗണിച്ചു. റബ്ബറിന്റെ താങ്ങുവില 180 നിന്നും 250 രൂപയാക്കി ഉയർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കാനുള്ള നയവും ബജറ്റിലില്ല. കാർഷിക മേഖലയ്ക്ക് ഈ സാമ്പത്തിക വർഷം 1.52 ലക്ഷം കോടി മാത്രമാണ് ബജറ്റിൽ നീക്കിവയ്പ്. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടുത്തി കാർഷിക ഗവേഷണം പ്രോത്സാഹിപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. 5 സംസ്ഥാനങ്ങളിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ്, കാലാവസ്ഥയെ അതിജീവിക്കുന്ന വിളകൾ വികസിപ്പിക്കാൻ പദ്ധതി, ഡിജിറ്റൽ വിള സർവേ എന്നിങ്ങനെയാണ് കാർഷിക മേഖലയെ കരകയറ്റാനുള്ള മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി. പുതിയ തൊഴിലവസരങ്ങൾക്ക് പകരം വെറും 5000 രൂപ മാത്രം പ്രതിമാസം അലവൻസ് ലഭിക്കുന്ന ഇന്റേൺഷിപ്പാണ് മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി. മാത്രമല്ല, കർഷക സമരം 2ാം ഘട്ടം പിന്നിടുമ്പോഴും മിനിമം താങ്ങൂല എന്ന ആവശ്യം ഇത്തവണയും ബജറ്റിൽ അവഗണിക്കപ്പെട്ടു. വിജയ് ചൗക്കിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ് കശ്യപിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.